തോമസ് ജോർജ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. സോ എന്തായാലും അത് നടന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം പരിശീലിപ്പിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഇൻറ്ററിം കോച്ചായിട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് തോമസ് ജോർജിനെയാണ്. തോമസ് ജോർജിൻ്റെ ആ ഒരു റെക്കോർഡ് കരിയറൊക്കെ നമുക്കറിയാം. ബ്ലാസ്റ്റേഴ്സിൽ അവരുടെ യൂത്ത് ടീമിൽ നല്ല നല്ല താരങ്ങളെ അദ്ദേഹം വളർത്തിയെടുത്തു, ശരിക്കും വളർത്തിയെടുത്തു എന്ന് തന്നെ പറയാം. കാരണം യങ്സ്റ്റേഴ്സിൽ നിന്ന് വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് കളിക്കുന്ന താരങ്ങളെല്ലാം വളരെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഫോർ എക്സാമ്പിൾ അസർ, ഐമൻ, ശ്രീകുട്ടൻ, അതുപോലെ തന്നെ കുറേയധികം താരങ്ങൾ അവരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. സച്ചിൻ ഉൾപ്പെടെയുള്ള ഗോൾ കീപ്പർ ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം തന്നെ. സോ എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ അവസരം നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ 1-2 മാച്ചിലേക്കൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഒരു ഇൻ്ററിം കോച്ചായിട്ട് കൊണ്ടുവരേണ്ടത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇവിടെ തന്നെ നിർത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല കോച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് ഫുള്ളായിട്ടൊരു ചാൻസ് കൊടുക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടുത്ത സീസണിലേക്ക് നിലനിർത്തുക. ഈ ഒരു സമയത്ത് പെട്ടെന്ന് വേറൊരു കോച്ചിനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. തോമസ് ജോർജിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം തുടർച്ചയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചുകൾ കാണുകയും അത് വിലയിരുത്തുകയും ഉറപ്പായിട്ടും അസിസ്റ്റൻറ്റ് കോച്ചല്ല, നമ്മുടെ റിസർവ് ടീമിൻ്റെ കോച്ചാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറപ്പായിട്ടും മാച്ചുകളെല്ലാം തന്നെ കാണും. സോ അങ്ങനെ ഒരു വ്യക്തിയെ കോച്ചായിട്ട് കൊണ്ടുവരുന്ന നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിന് കൂടുതൽ ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം.